ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഏകദേശം നമ്മുടെ A4 ഷീറ്റിൻ്റെ ആ ഒരു സൈസിലായിട്ട് ക്യാൻവാസ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ 4 സൈഡിലും നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് പരിപാടി തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ബ്ലൂ കളറും പിന്നെ വൈറ്റും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളറായിട്ട് കിട്ടും. അത് നമ്മുടെ ക്യാൻവാസ് ഷീറ്റിലായിട്ട് ഇതുപോലെ കുറച്ച് ഭാഗത്തേക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ആ ഒരു ബ്ലൂ കളറിലായിട്ട് നമ്മൾ നേരത്തെ എടുത്തതിനേലും കുറച്ചുകൂടി അധികം വൈറ്റ് കളർ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ കളർ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ഷീറ്റിലായിട്ട് കുറച്ച് ഭാഗത്തേക്ക് ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു സ്പോഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതുമേ ലൈറ്റ് കുറച്ച് വൈറ്റ് കളർ എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ക്യാൻവാസിലായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മേഘത്തിൻ്റെയൊക്കെ ആ ഒരു രീതിയിലായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ബ്ലൂ കളറിലായിട്ട് കുറച്ച് ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുന്നുകളൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കില്ലേ, ആ ഒരു രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ കളറും പിന്നെ വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ കുന്നിൻ്റെ രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മലമുകളിലായിട്ട് മഞ്ഞൊക്കെ വീഴുന്ന ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഓറഞ്ച് കളറിലെ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനിടയിലായിട്ട് നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി അതിന് താഴെയായിട്ട് നമ്മൾ കുറച്ച് ഭാഗത്തേക്ക് സാപ്പ് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ പുല്ലുകളൊക്കെ മുളച്ച് വരില്ലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് താഴെയായിട്ട് വീണ്ടും ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു സൈഡിലായിട്ട് നമ്മൾ ലൈറ്റ് ഗ്രീൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മുടെ മരത്തിൻ്റെയൊക്കെ രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനും താഴെയായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ഭാഗത്തേക്ക് ഗ്രീൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ലെമൺ യെല്ലോയും ബ്രൗൺ കളറും വെച്ചിട്ട് ഞാനതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ബ്രൗൺ കളറാണ് കൊടുത്തത്, പിന്നെ അത് ബ്ലാക്ക് കളറായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ കൊടുത്തെടുക്കുക. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് മരത്തിൻ്റെയൊക്കെ രീതിയിൽ ചെയ്ത് കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ലെമൺ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്രീൻ കളറും പിന്നെ കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗത്തായിട്ട് നേരത്തെ ചെയ്ത രീതിയിൽ നമുക്ക് ആ ഒരു ബ്ലൂ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് സൈഡിലുള്ള മാസ്കിംഗ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.